പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല. കാരണം വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെററിസ്റ്റ് ആക്രമണം. അതിർത്തി കടത്തി ഒരു 3-4 പേരെ കയറ്റിവിടുക. അവർ ഭാരതത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ, അത് കാശ്മീർ ആവണമെന്നൊന്നുമില്ല, ഡൽഹി ആവാം, കൊച്ചി ആവാം, ചെന്നൈ ആവാം, എവിടെയാകാം, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കുറേ പേരെ അങ്ങ് കൊല്ലുക. വാട്ട് വിൽ യു ഡു? ഇറ്റ് ഈസ് പോസിബിൾ. 100% നമ്മൾ ബോർഡറൊന്നും സീൽ ചെയ്തിട്ടൊന്നുമില്ല. ഒരു രാജ്യത്തിനും അങ്ങനെ സീൽ ചെയ്യാനും സാധ്യമല്ല. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ അതേ തുടർന്നുണ്ടാകുന്ന കോൺസിക്വൻസസ് ആയിരിക്കും അതിഭീകരം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധിയുള്ളവർ പാകിസ്ഥാനിലുണ്ട്, ഇല്ല എന്നിട്ടൊന്നുമല്ല. പക്ഷേ അവരുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇന്ത്യയോടുള്ള വെറുപ്പാണ്. അതല്ലാതെ ഒരു പോസിറ്റീവ് ചിന്ത അവർക്കില്ല. പോസിറ്റീവായിട്ട് ഒരു കാര്യവും അവരാലോചിച്ചിട്ടില്ല. നമ്മൾ അണുബോംബ് നിർമ്മിച്ചു 74 അവർ നിർമ്മിച്ചു. നമ്മൾ ചെയ്തതിൻ്റെ കൗണ്ടറായിട്ട് ചെയ്തതാണ്. അല്ലാതെ അവർക്ക് ആണവരംഗത്ത് വികസിക്കണമെന്നോ ആണവ നിലയങ്ങൾ വേണമെന്നോ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദംപൂർ എയർബേസിൽ മോദി പോയിട്ട് അവർ നശിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട S-400ൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രസംഗിച്ചു. പിറ്റേ ദിവസം അവർ വേറൊരു സ്ഥലത്ത് കൃത്രിമമായിട്ട് ഒരു പീരങ്കി കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് ഷഹബാസ് ഷെരീഫ് പ്രസംഗിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിനെ അനുകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ നയം. അതൊരു നല്ല കാര്യമല്ല. ഒരു രാജ്യം ഗുണം പിടിക്കാനുള്ള പോക്കൊന്നുമല്ല.